ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വർഷം സ്റ്റാർട്ടായത് മുതൽ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയ 3 ബുക്കുകളെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈ ഒരു പ്ലാനറാണ്. ഇത് ഫാക്ടർ നോട്ടിൻ്റെ ഒരു പ്ലാനറാണ്. കഴിഞ്ഞ വർഷം എനിക്കൊരു പ്ലാനർ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ജേണലിലൊക്കെ എഴുതുന്ന കാണുമ്പോൾ എനിക്ക് കൊതിച്ചിട്ട് ഇങ്ങനെ കാശൊക്കെ കൂട്ടി മേടിച്ചൊരു ജേണലാണിത്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയൊരു സാധനമാണ് എനിക്കിത്. അപ്പോൾ ഇതിൽ ഞാൻ ഡെയിലി ചെയ്യേണ്ട ടാസ്കുകളാണ് ഇങ്ങനെ എഴുതാറ്. ഡെയിലി ഞാൻ എഴുതുമെന്ന് ചോദിച്ചാൽ എഴുതത്തില്ല, ബട്ട് മാക്സിമം ഞാൻ എഴുതാൻ ശ്രമിക്കാറുമുണ്ട്. ഒന്നുകിൽ നൈറ്റ് അല്ലെങ്കിൽ രാവിലെ മോർണിംഗിൽ നമ്മൾ ആ ഒരു ഡേ അല്ലെങ്കിൽ അടുത്ത ഡേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റായിട്ട് എഴുതുന്നു. എന്നിട്ട് നൈറ്റോ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെയോ നമ്മളത് അനലൈസ് ചെയ്തോ ഇല്ലയോ എന്ന്. ചെയ്യാത്ത കാര്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി എഴുതി അത് വീണ്ടും ചെയ്യാൻ നോക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു ജേണൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ അല്ലാണ്ട് ഒരുപാട് ടാസ്ക് ഉണ്ട്. നമ്മുടെ മീൽസ് പ്ലാനിങ്, അതുപോലെ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞ് ഗെയിം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ജേണലാണ്. അപ്പോൾ ജേണലിങ്ങും ഇങ്ങനെ പ്ലാനിങ്ങും ഒക്കെ ഇഷ്ടമുള്ള ഒരാൾക്ക് വാങ്ങാൻ പറ്റിയൊരു ബിഗിനർ ഫ്രണ്ട്ലി എന്നാൽ അഡ്വാൻസ്ഡ് ലെവലുമായിട്ടുള്ള ഒരു ജേണൽ അല്ലെങ്കിൽ പ്ലാനറാണിത്. കളർഫുൾ ഇമേജസ് ഒക്കെ ആയിട്ട് നമുക്കൊരു നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാക്കും. അപ്പോൾ നെക്സ്റ്റ് ഏതെന്ന് നോക്കാം. നെക്സ്റ്റ് ഈ ഒരു ബുക്കാണ്. ഇത് ഞാൻ കൊച്ചിയിലൊരു എക്സിബിഷന് പോയപ്പോൾ മേടിച്ച ഒരു ബുക്കാണ്. ഇതൊരു വുഡ് ആൻഡ് ബൈൻഡ് ഒക്കെ ഉള്ളൊരു ബുക്കാണ്. ഇത് ഞാൻ എൻ്റെ ഡയറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അധികം പറയണ്ടല്ലോ. ഒരു നോർമൽ ഒരു ഡയറി. അതും ഞാൻ എല്ലാ ദിവസവും എഴുതാറില്ല. ഇടയ്ക്ക് നമ്മൾ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഫീലിങ്സ് ഒക്കെ ഈ ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് ഒരു പകുതി ഒരു റിലീഫ് ഉണ്ടാവുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും കൂടിയാണ് ഞാൻ ഈ ഒരു ഡയറി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഈ ഒരു ബുക്കാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് കംപ്ലീറ്റ് ഒരു സെൽഫ് ഗ്രോത്ത് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണിത്. ഇതിലെങ്ങനെയാണ് എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്പർ ഇട്ടിട്ട് ഒരു ദിവസം നടന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതും. അതായത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് കാര്യങ്ങളാവാം, അങ്ങനെ എല്ലാം നമ്പർ ഇട്ട് ഓരോന്നായിട്ട് എഴുതുക. നോർമലി ഒരു 10 എണ്ണം ഒക്കെ എഴുതുക. ഇപ്പം ഞാനൊരു സാമ്പിളായിട്ട് കാണിക്കുന്നതാണ്. ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റു, അപ്പോൾ അതൊരു പോസിറ്റീവ് കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള പഠിക്കാൻ പറ്റി അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ. അതേപോലെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാനിപ്പോൾ പഠിച്ചില്ല, ഇന്ന് എനിക്ക് നല്ല സുഖം തോന്നിയില്ല, അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അപ്പോൾ അതൊരു നെഗറ്റീവ് കാര്യങ്ങളാണ്. അതും നമ്മൾ എഴുതുന്നു. അങ്ങനെ ഒരു 10ഓ അതിലധികമോ പോയിൻ്റ് എഴുതിയ ശേഷം നമ്മളത് അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു പോസിറ്റീവ് ആണെങ്കിൽ എഴുതിയെങ്കിൽ അതിന് നേരെ ഞാനൊരു ടിക്ക് ഇടുന്നു. ഞാൻ ഒരു നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിൽ അത് അതിന് നേരെ തെറ്റിടുന്നു. എന്നിട്ട് ടോട്ടൽ 10ന് എത്ര മാർക്ക് കിട്ടി എന്ന് നോക്കുക. ഇത് വെറുതെ നോക്കിയാൽ പോരാ, നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്ത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക, അതായത് പോസിറ്റീവ് തിങ്സ് കൂട്ടാനായിട്ട് നോക്കുക. അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതും നോർമലി 10 എണ്ണമാണ് എഴുതേണ്ടത്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുന്നതാണ്. ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, നമുക്കൊരു വീടുണ്ടെങ്കിൽ അതിന്, നമ്മുടെ പാരൻസിന് നന്ദി, നമുക്ക് കിട്ടുന്ന ആഹാരത്തിന്, അങ്ങനെ ഉള്ള എല്ലാത്തിനും നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞ് എഴുതുകയാണ് ചെയ്യുന്നത്. എനിക്ക് ലഭിച്ച പാരൻസിന് നന്ദി, എനിക്ക് 3 നേരം ആഹാരം ലഭിച്ചതിന് നന്ദി, ആ ഒരു രീതിയിൽ വേണം ഇത് എഴുതാൻ. എനിക്കൊരു പുതിയ വീട് വാങ്ങാനായതിന് നന്ദി ദൈവമേ, ആ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നും പറഞ്ഞ് നമുക്കിത് എഴുതാം. ഇതൊരു മിനിമം 10 എണ്ണമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കുള്ളത്, നമുക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് മാത്രമല്ല നന്ദി പറയേണ്ടത്, നമ്മളത് ഫ്യൂച്ചറിൽ നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് നടന്നു, അപ്പോൾ നമുക്കിപ്പോൾ PSC ഒരു ജോലി ലഭിച്ചു, അതിന് നന്ദി ദൈവമേ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നത്. പിന്നെ ഇത് നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയുമ്പോൾ നടന്ന ആ ഒരു ഫീൽ തന്നെ പറയണം എന്നതാണ് എൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെയൊക്കെ ചെയ്താൽ അതൊക്കെ നടക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ശ്രമിച്ചു നോക്കാം അല്ലേ. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ വഴിയും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. നമ്മളെ കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാം അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ആ 3 ബുക്കുകൾ. ശരിക്കും ഈ ഒരു വർഷം ഞാൻ ഒരു ആഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ വാങ്ങിച്ചതാണ്. അടുത്ത വർഷം ഞാൻ എല്ലാം കൂടി ചേർത്ത് ഒരു ബുക്കിലൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കും ശരിക്കും അതായിരിക്കും ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു രീതി. അപ്പോൾ ജേണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്നവർ ഇതുപോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. നല്ല മാറ്റം ഉണ്ടാവും. എനിക്ക് തന്നെ നല്ല വിസിബിൾ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.